കൊല്ലം ലഹരിക്കടത്ത് കേസിൽ പിടിയിലായ ബാംഗ്ലൂർ സ്വദേശി സയ്യിദ് അബ്ബാസ് ഒരുപാട് പേരുടെ ബാങ്ക് അക്കൗണ്ടുകളും മൊബൈൽ നമ്പരും കൈക്കലാക്കിയെന്നാണ് വാർത്ത. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പണം നൽകി ഈ ബാങ്ക് അക്കൗണ്ടും മൊബൈൽ ഫോണും കൈക്കലാക്കിയ ശേഷം അത് വിൽപ്പന നടത്തുന്ന പരിപാടി ഇയാൾക്കുണ്ട്. നിരവധി വിദേശികൾക്കും ഈ മൊബൈൽ ഫോണും ബാങ്ക് അക്കൗണ്ടും ഒക്കെ ഇയാൾ വിൽപ്പന നടത്തി പണം മേടിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഈ വിവരങ്ങൾ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ ഫോൺ നമ്പറുകൾ, ഒരുപാട് ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഇയാളുടെ പക്കലും ഇയാൾ വിറ്റ ആൾക്കാരുടെ കയ്യിലേക്കൊക്കെ പോകുന്നത് അത് രാജ്യസുരക്ഷയെ പോലും ബാധിച്ചേക്കാവുന്ന പ്രശ്നമാണ്, തട്ടിപ്പാണ് എന്ന് പോലീസ് പറയുകയാണ്. അരുൺരാജാണ് കൊല്ലത്തുനിന്ന് വിവരങ്ങൾ വെച്ചിരുന്നത്. അരുൺരാജ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതൊരു പുതിയ രീതിയിലുള്ള തട്ടിപ്പ് രീതിയാണെന്ന് തോന്നുന്നു. ഇയാൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഫോണും അക്കൗണ്ട് നമ്പരും വാങ്ങിയിട്ട് അത് കൂടിയ വിലയ്ക്ക് മറിച്ചു വിൽക്കുന്നോ? അങ്ങനെയാണോ? അശ്വി, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഏതായാലും ഈ കൊല്ലം ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മളെ ഏവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്നതാണ് ഈ ബാംഗ്ലൂർ സ്വദേശിയായ സയ്യിദ് അബ്ബാസ് നടത്തുന്നത് എന്നതാണ് പോലീസിന്റെ കണ്ടെത്തലായി ഇപ്പോഴുള്ളത്. പോലീസ് ഇങ്ങനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുന്നത്. സയ്യിദ് അബ്ബാസ് ഈ ബാംഗ്ലൂരിലെത്തുന്ന അന്യ സംസ്ഥാനക്കാരായ ഇന്ത്യക്കാരായ വ്യക്തികളിൽ നിന്ന് ഈ മൊബൈൽ നമ്പരും അതുപോലെ തന്നെ അവരുടെ ഈ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ടും തരപ്പെടുത്തുന്നു. ഒരു വ്യക്തിയിൽ നിന്ന് 5 മൊബൈൽ നമ്പരും അതുപോലെ തന്നെ 5 ബാങ്ക് അക്കൗണ്ടുമാണ് ഉണ്ടാക്കുന്നത്. ഇവർക്ക് ഒരു ബാങ്ക് അക്കൗണ്ടിന് 15,000 മുതൽ 20,000 രൂപ വെച്ച് പ്രതിഫലമായി നൽകുകയും ചെയ്യും. ഇത്തരത്തിൽ കൈക്കലാക്കിയ ഈ ബാങ്ക് അക്കൗണ്ടും മൊബൈൽ ഫോണും ഈ വിദേശികൾക്കും അതുപോലെ തന്നെ ലഹരി സംഘങ്ങൾക്കും നൽകുന്നു എന്നുള്ളതാണ്. അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പോലീസ് അന്വേഷണം ഉണ്ടായാൽ ലഹരി സംഘങ്ങളിലേക്ക് അന്വേഷണം എത്തില്ല, പകരം ഈ അക്കൗണ്ട് നൽകിയ വ്യക്തിയിലേക്കായിരിക്കും അന്വേഷണം എത്തുക. മറ്റൊന്ന്, ഈ വിദേശികൾക്ക് ഇത്തരത്തിൽ അക്കൗണ്ട് തരപ്പെടുത്തി നൽകുന്നതിലൂടെ രാജ്യസുരക്ഷയ്ക്ക് തന്നെ വെല്ലുവിളി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ നിലവിലുള്ള കണ്ടെത്തൽ. പോലീസ് ഈ കൊല്ലം ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സയ്യിദ് അബ്ബാസിനെ അറസ്റ്റ് ചെയ്യാൻ എത്തിയപ്പോഴാണ് ഈ നൈജീരിയൻ സ്വദേശിയായ വ്യക്തിയുടെ ഫോൺ നമ്പർ കിട്ടുന്നത്. ആ വ്യക്തിയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അയാളുടെ പക്കൽ നിന്ന് ഇന്ത്യക്കാരനായ ഒരു വ്യക്തിയുടെ 5 ബാങ്ക് അക്കൗണ്ടുകളും 5 മൊബൈൽ ഫോണും കണ്ടെത്താൻ കഴിഞ്ഞത്. ഇതേ തുടർന്ന് നടന്ന അന്വേഷണത്തിലും ഈ ചോദ്യം ചെയ്യലിലുമാണ് ഇത്തരത്തിൽ 75-ലധികം വരുന്ന ആൾക്കാരുടെ പേരിൽ താൻ മൊബൈൽ നമ്പരും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടും തരപ്പെടുത്തി ഇത്തരത്തിൽ വിറ്റു എന്ന മൊഴി സയ്യിദ് അബ്ബാസ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൂടി ഇടപെടുന്നു എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന കാര്യം. കാരണം പോലീസിനപ്പുറം ഒരു വിശാല തരത്തിലുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്ന നിലപാടാണ് നിലവിൽ കേന്ദ്ര ഏജൻസികൾക്കുള്ളത്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൊല്ലം സിറ്റി പോലീസിനോട് തേടുകയും ചെയ്തിട്ടുണ്ട്. ലഹരി കേസിനപ്പുറം ഇത് രാജ്യത്തിന് ഏതെങ്കിലും വെല്ലുവിളിയായിരുന്ന ഘട്ടത്തിലേക്കടക്കം പോയിട്ടുണ്ടോ എന്നീ കാര്യങ്ങളിലും വിശദമായ പരിശോധന ഇനി വരും ദിവസങ്ങളിലും വരും മണിക്കൂറിലും ഉണ്ടാകും.